വെൽക്കം ബാക്ക് ടു രാധികാശ്രീ. ഇന്നത്തെ വീഡിയോ ആലപ്പുഴയിലെ മൈൻഡ് മെമ്പേഴ്സിന്റെ ഗെറ്റ് ടുഗദർ ആണ്. ST കോളേജിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ അതിന് പോവാം. എന്താണ് മൈൻഡ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സ്പൈനൽ മസ്കുലർ അട്രോഫി മസ്കുലർ ഡിസ്ട്രോഫി ബാധിതരുടെ കൂട്ടായ്മയാണ് മൈൻഡ്. ഞാൻ മൈൻഡിൽ ചേർന്നത് 2018 ഇപ്പം 6 വർഷമായി ഞാൻ മൈൻഡിൽ ചേർന്നിട്ട്. ആലപ്പുഴയിലെ മൈൻഡിലെ അംഗങ്ങളുടെ ആദ്യത്തെ ഒരു ഒത്തുചേരലാണ് ഇന്ന് നടക്കുന്നത്. ആലപ്പുഴ ST കോളേജിൽ വെച്ചിട്ടായിരുന്നു മൈൻഡിലെ ആലപ്പുഴ ജില്ലയിലെ മെമ്പേഴ്സിൻ്റെ ആദ്യത്തെ മീറ്റപ്പ് നടന്നത്. ഒമിഗ എന്നായിരുന്നു മീറ്റപ്പിൻ്റെ പേര്. ആ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമ്മാനമെന്നാണ്. ഞങ്ങളെല്ലാവരെയും ഒരുമിച്ചിരുത്തിയിട്ട് ജില്ലാ കോർഡിനേറ്ററായ ആലപ്പുഴയുടെ ജില്ലാ കോർഡിനേറ്റർ ബൈജിച്ചേട്ടൻ മൈൻഡിനെ കുറിച്ചും മൈൻഡിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞ് അന്ന് ധന്യ ചേച്ചിയുടെ പിറന്നാളായിരുന്നു. കേക്ക് മുറിച്ചു, പാർട്ടി പോപ്പറൊക്കെ പൊട്ടിച്ചു. പിന്നെ ഹൈഡ്രജൻ ബലൂൺ ഞങ്ങളെല്ലാവരും കൂടി മുകളിലോട്ട് പറത്തി വിട്ടു. അത് കഴിഞ്ഞ് ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അത് കണ്ടിട്ട് വരാം. ഹാപ്പിയാണോ? വോളണ്ടിയേഴ്സ് ഹാപ്പിയാണോ? അയ്യോ, 2 പീസ് കേക്ക് കൂടെ ഹാപ്പിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാം, ചേട്ടനിൽ തുടങ്ങാം. നമ്മുടെ കയ്യിലെ കൊയ്ത്തു കഴിഞ്ഞ് അച്ചക്കിളി പോകും നേരം മഞ്ഞളിത്തൂവൽ കൊണ്ടൊരു കൂടൊരു പുല്ലാണി കാറ്റിൽ കഞ്ഞി മാങ്ങ കഴിച്ചു നടക്കാം, സ്വരങ്ങൾ കേൾക്കാം. അങ്ങനെ വന്നവരെയൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് വട്ടത്തിലിരുത്തി പരിചയപ്പെടുത്തി. പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആലപ്പുഴ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ ആശാസി എബ്രഹാം എന്ന മാമാണ്. അപ്പം മാം ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പരിചയപ്പെടുന്നതിൻ്റെ ഇടയ്ക്കാണ് മാം വന്നത്. അങ്ങനെ മാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വോളണ്ടിയർ വിങ്ങായ കൂട്ടിനെ സ്നേഹ ആദരവ് കൊടുത്തു. ഇനി നമുക്ക് ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം. പിന്നെ ആലപ്പുഴയിലെ മൈൻഡിലെ മെമ്പേഴ്സായ 2 ചേച്ചിമാർ, സിനി ടീച്ചറും ധന്യ ചേച്ചിയും പാട്ട് പാടി. നമുക്കിനി അതൊക്കെ കണ്ടിട്ട് വരാം. താനി വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാൻ തളരാതിയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ മാരനാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി വെക്കണം. മാവ് വേണം, വെണ്ണ വേണം, പൂവാലി പശുവേ പാൽ തരണം. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്നു വിരിച്ചു. വിരുന്നു താര വിരുന്നു താര വിരുന്നു താര വന്നാട്ടെ. സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയിത്തിരി സുന്ദരനാണ് വരുന്നത്. കാപ്പ് വേണം, പാൽ
കാപ്പ് വേണം പാൽത്തള വേണം കസവിൻ തട്ടം മേലിടണം കദളി വാഴ കൂടെ പാട് കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിളിച്ച് വിരുന്നുകാര 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 വന്നാട്ട് ആഹ വിരുന്നുകാര 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 വന്നാട്ട്. താമസമാണെങ്കിൽ ആ കൃത്യസമയത്ത് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ശരിയമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞാനിപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ച് നാട്ടിൽ സെൻഡേജ് ചെയ്തില്ല. ഇത്ര തിരക്കുണ്ടായിട്ട് പോലും വിളിച്ച് ഫോൺ എടുക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം സംസാരിക്കുന്നുണ്ട്, മറുപടി തരുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ തന്നെ അതിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എത്തിച്ചേർന്നത്. അപ്പോൾ മേഡത്തിന് ഇവിടെ വിളിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസാണ്. നമുക്ക് മൈൻഡിൻ്റെ കാലുകളും കൈകളും എന്ന് പറയുന്നത് ആരാണ്? കൂട്ടാണ്. നമ്മളെ ചലിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ അവർ മനസ്സിലായിക്കൊണ്ട് ആ ഇഷ്ടങ്ങളിലേക്ക് ഒരു സ്വപ്നച്ചിറകിൽ വർണ്ണപ്പെട്ടായി അവിടെ എത്തിക്കുന്നത് കൂട്ടാണ്. അപ്പോൾ ആ കൂട്ടിനെ നമുക്കൊന്ന് ആദരിക്കണ്ടേ? അതുകൊണ്ട് കൂട്ടിലെ കുട്ടികളെല്ലാവരും അടുത്ത് വരിക. എല്ലാവരും കൂട്ടിലെ കുട്ടികൾ എല്ലാവരും ഇപ്പം ഞാൻ 10:30 വരാമെന്ന് ഏറ്റിരുന്നതാണ്. അവിചാരിതമായിട്ടൊരു മീറ്റിംഗ്, ശാസ്ത്രോത്സവം നടക്കുന്നു. അപ്പം സജിച്ചെറിയാൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു, അത് കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കൊരു സങ്കടം. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഞാനത് ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ വന്നത്, കുറച്ച് സമയം ഇരിക്കണമെന്നുള്ളത്. ഇനിയിപ്പോൾ പത്രസമ്മേളനവും ഉണ്ട് അവിടെ. അപ്പം അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ ഞാൻ ഓടി വന്നതാണ്. എന്നാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ വെച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇവർക്കെല്ലാം ഒന്ന് പുറത്തിറങ്ങുക, അതായത് എല്ലാവരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുന്നതായിരിക്കാം നിങ്ങളെല്ലാവരും തന്നെ. പുറത്ത് പോകാറുണ്ടോ? ഉണ്ട്. എല്ലാവരുമായിട്ടും ഒന്ന് ഇടപഴകുന്നത് നല്ല കാര്യമാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഇതിൻ്റെ മെമ്പേഴ്സിനെ ഞാൻ ആർദ്രമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് തുടർന്നും ഇങ്ങനെ തന്നെ ചെയ്യുക. അത് ഒരു സമയത്ത് മാത്രമാകാതെ ഒരു പീരിയോഡിക്കലി അത് കൂടുക. നിങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം എപ്പോഴും സൂക്ഷിക്കുക, അല്ലേ? ഇവിടെ കാണുന്നവരെ ഇനിയും മറക്കാതിരിക്കുക. ആ ഒരു ഇതിലോട്ട് പോകണം. അല്ലാതെ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഇതൊന്നും അവസാനിപ്പിക്കാതെ നിങ്ങൾ തമ്മിലൊരു ഫോണിലൂടെയും, അല്ലേ, ഒരു ഇൻട്രാക്ഷനൊക്കെ ഉണ്ടാവുക. എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ അവരുടെ ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ടാണ് ഓരോ വോളണ്ടിയറും കൂട്ടിനെയും കാണുന്നത്, മൈൻഡിനെയും കാണുന്ന ഓരോ മെമ്പേഴ്സിനെയും അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് എപ്പോഴും കാണുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ ഭവിഷ്യേട്ടൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ നിന്നും ഇത്തരത്തിലൊരു ആരോഗ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതുപോലെ അല്ല, നിങ്ങളുടെ മനസ്സാണ് നമ്മളെ എപ്പോഴും പറക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത് ആ മനസ്സൊരിക്കലും കൈവിടരുത്. അതിൽ മുന്നോട്ട് പോവുക, മനസ്സിൽ നല്ല കൺട്രോൾ ഉണ്ടാവുക. എല്ലാത്തിലും നമ്മൾക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എടുക്കുക. അത് മാത്രം മതി. നമ്മുടെ ചീഫ് ഗസ്റ്റായ ആശാ സി എബ്രഹാം മേഡം പോയി കഴിഞ്ഞ് ബാക്കിയുള്ളവരും കൂടെ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 ടീമായിട്ട് തിരിഞ്ഞ് അന്താക്ഷരി കളിച്ചു. 1 മണി വരെ അന്താക്ഷരി കളിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരെയും ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ട് ലഞ്ച് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. ടീ ബ്രേക്ക് വരെ 4:30 ആയപ്പോഴാണ് എല്ലാവർക്കും ചായ തന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു. 5:30 വരെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഇനി നമുക്ക് ഡാൻസും പാട്ടും ഒക്കെ കണ്ടാലോ? ഇപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ ഉണ്ട്. അതിൽ പാട്ട് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. ഞാൻ അതിൽ മ്യൂസിക്കാണ് ആഡാക്കുന്നത്. പാട്ടൊക്കെ കറക്റ്റ് ഒറിജിനലും ആയിട്ടുണ്ട്. ഇനി അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് വാ.
വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ.